ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നേ വരെ കളിക്കാത്തൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊരു ഗെയിമുമല്ല, ഫ്രീ ഫയർ ആയിട്ടാണ്. നമ്മൾ ഇന്നേ വരെ ഈ ഗെയിം ഇതിനകത്ത് കളിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഗെയിം പ്ലേ ഫ്രീ ഫയറിൻ്റെ ആയിരിക്കും. എൻ്റെ കളി നിങ്ങളാരും ശ്രദ്ധിക്കണ്ട, കാരണം ഞാൻ കുറച്ച് ദിവസമായതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ചുമ്മാ പറഞ്ഞ കളിക്കാനൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ പറയുക. അപ്പം കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലേ, അതൊന്നും വേറെ ഇല്ല. എനിക്ക് എന്തൊക്കെയോ സാധനം ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഓരോരോ സാധനങ്ങളായിട്ട് ഇതെന്തോ എന്തോ ഒരു തൂലേ. ഇതെന്തോ സാധനം ഇതെനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സാധനം എന്തോ നോക്കണം. ഫ്രീ ഫയറിൽ ഞാൻ ഒത്തിരി നാളായിട്ട് കളിക്കാൻ തോന്നിയിട്ട് എനിക്ക് ഈ സാധനം തോന്നുന്നു. ഇതൊക്കെ എന്ത് ഗൈസ്, ഇതൊക്കെ ചീള്. ഇതാണ് എൻ്റെ പ്രൊഫൈല്. 24 മണിക്കൂറല്ല. ഓക്കെ, സെറ്റ്. വായിക്കോ. എൻ്റെ കയ്യിലിരിക്കുന്ന സ്കേറ്റും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കയ്യിൽ. ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന സ്കേറ്റും കൂടി. ഞാൻ എൻ്റെ ചേട്ടൻ സ്പിൻ ചെയ്തിട്ട് എനിക്ക് എടുത്തു തന്നെയാണ്. ഒത്തിരിയും കാര്യങ്ങൾ ഇനിയും ഈ ഗെയിമിൽ കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഇനി കളിച്ചടിച്ച് എട്ടിന്ന് മനസ്സിലായല്ലോ. പുതിയ ഗണ്ണൊക്കെ വന്നു. പക്ഷെ എനിക്ക് 4 +4 ഇതൊക്കെ എന്തെങ്കിലും ഓൾറെഡി ഉള്ളതാ പോലെ. അയ്യോ, മാറ്റി. എന്തെങ്കിലും ഓൾറെഡി ഉള്ളതാ. എനിക്ക് ആദ്യമായിട്ട് ഞാൻ പിന്നെ കിട്ടില്ല സാധനം കിട്ടുന്നത്. ഇതെന്തിനാ ഡേയ്സ്? എനിക്ക് എന്തിനാ എൻ്റെ പൊന്നേന്ന് പറഞ്ഞൊരു കാര്യമല്ല. ഈ കണ്ണി ഞാൻ അധികം ഉപയോഗിക്കാറില്ല. ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രോസ ഉണ്ട്, കയ്യിലൊരു ഗണ്ണ് ഇതുണ്ട്. അല്ല ഇതെൻ്റെയാണ്, പക്ഷേ 20 days. Okay. എനിക്ക് 2 ഇമോട്ടുണ്ട്. ഇതൊന്ന് UMP കടി. ഈ സ്കിന്ന് എനിക്ക് നോക്കണം. എൻ്റെ UMPക്ക് പെർമനൻ്റ് 5 ദിവസത്തേക്കൊന്ന് 11. ഇതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ കിടക്കുന്നത്. പുഷ്പയുടെ വന്നു, എവോഗൻസ്, പുഷ്പയുടെ ഇതൊക്കെ വന്നായിരുന്നു. നമ്മൾ കണ്ട് കാണും. ഇതായിരുന്നു. നമുക്ക് എൻ്റെ ഹോർണർ സ്കോർ കുറഞ്ഞു. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ലോൺ വോൾഫിൽ അങ്ങോട്ട് ചടങ്ങ് അങ്ങോട്ട് ആരംഭിക്കാം. അതും ഡ്യുവൽ ഓൺ വോൾഫ്. അതിനകത്ത് ചടങ്ങ് അങ്ങോട്ട് ആരംഭിക്കാം. അങ്ങനെ നമ്മുടെ ചടങ്ങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതാണ് എൻ്റെ കൂടെ കളിക്കാൻ വരുന്നത്. ഞാൻ പിന്നെ MB ഭയങ്കര ഇതാണ്. പിന്നെ എൻ്റെ കൺട്രോൾ ഒന്നും കണ്ടിട്ടാണ് പേടിക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ കൺട്രോള്.
സ്വിച്ച് ചെയ്യുന്ന സാധനം എന്തായതുകൊണ്ട് ഇപ്പോൾ ഗണ്ണിങ്ങനെ സ്വിച്ച് ചെയ്യേ. നമ്മളെ നല്ല പ്ലെയർ അല്ലേ, ഒന്നിച്ച് പോകാം നമുക്ക്. അവന്മാരൊന്നിച്ച് പോകാം. ഗൈസ് നമ്മൾ വൈബ് കളിയാ ഗൈസ്, നമ്മൾ ഭയങ്കര കളിയാ. വപ്പൻ്റെ സെറിലെ കളിയാണ്. പഠിക്കണം വലിയൊരു സ്ഥലത്താ, പഠിക്കണം വലിയൊരു സ്ഥലത്താ. പഠിക്കണുണ്ടോ എടാ? രണ്ടുപേരെ ഞാൻ തന്നെയാണ് ഈ കളിയിൽ, ഞാൻ തന്നെ. എൻ്റെ ടീം കണ്ട ഇത് വല്ലാത്ത സൗണ്ടാണ്, വല്ലാത്ത സൗണ്ട്. അതുകൊണ്ട് സൗണ്ട് ഓൺ ചെയ്തിടാത്ത, അതുകൊണ്ട് സൗണ്ട് ഇങ്ങനെ കുറച്ചുണ്ട്. സൗണ്ടാണ്. ആരാണ് ഗണ്ണടിക്കുന്നത്? അയ്യോ, എൻ്റെ കൂടെ കളിച്ചിട്ടുള്ളവരെല്ലാം തോറ്റിട്ടേ ഉള്ളൂ. അത് കിങ്ങായാലും കുങ്ങായാലും. ഫുൾ റെഡ് കൊള്ളാണ വൈശ്യം. ഏതൊരുത്തരീ ടാറ്റ ബൈ ബൈ തന്നിരിക്കുന്നു. ടാറ്റ ബൈ ബൈ. ഞാൻ MB40 പ്ലെയറാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള എണ്ണയാണ് ചോദിച്ചാൽ MB40 P90 ഒക്കെയാണ്. ഇത്രയാണ് എൻ്റെ ഫേവറേറ്റ് ഗെയിംസ്. യെസ് ഗൈസ്, അഗെയിൻ വിക്ടറി. ഇനി അവന്മാർ പറ്റിക്കുകയാണോയെന്ന് പറഞ്ഞില്ല. കാരണം അവർ പൊട്ടങ്ങളി കാണിച്ചിട്ട് പറ്റിക്കും. അവന്മാർ പറ്റിക്കുക ഗൈസ്, അവന്മാർ പറ്റിക്കുക. അവന്മാർ ഉറപ്പാണ് പറ്റിക്കുക അവർ. പിന്നെ എൻ്റെ കയ്യിരിക്കുന്ന ക്യാരക്ടർ ഈ ഇടയ്ക്ക് പുതിയതായിട്ട് വന്ന ക്യാരക്ടറാണ്. എൻ്റെ കയ്യിരിക്കുന്നത് ഇവൻ പുതിയതായിട്ട് വന്നതാണ്. രണ്ടുപേരും അടുത്തുണ്ട്. വിക്ടറി ഗൈസ്. നമ്മൾ ലോൺ പുള്ളിന്ന് പെട്ടെന്ന് കഴിഞ്ഞു, ഡ്യൂൽ വരുന്നത് പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ 7 ഇല്ല, അവൻ 3 ഇല്ല. എന്നിട്ട് ഷഡേന്നും പറഞ്ഞു. എൻ്റെ ഹോർണർ സ്കോർ കുറഞ്ഞു. കാരണം ഞാൻ അധികം ഇത് കളിക്കാനുള്ള 89. കൊള്ളാലോ, വായിട്ടല്ലോ. ഒരു ബിയർ അങ്ങനെ. അയ്യോ അതിൻ്റെ ഓർണർ സ്കോർ പറഞ്ഞാ. അയ്യോ, ഇനി ഓർണർ സ്കോർ കൂട്ടാൻ ഞാൻ എന്തു ചെയ്യും മക്കള്? ഇനി ഒരു കാര്യമല്ലേ, നമുക്ക് എല്ലാ ഇതും കളിക്കാം. ഏത് കളിക്കും? ഒത്തിരി ഉണ്ട്, പക്ഷെ ബസ്സസ് ഇത് കളിക്കുക. 4v4 ആണ് നമ്മളെ ക്ലാഷ് കോഡ് കണക്ക്. ഈ ഒരു ഏരിയയിലാണ് കളി. 4v4 ക്ലാഷ് കോഡ് കണക്ക് ഈ ഒരു ഏരിയയിലെ കളി. നമ്മൾ കഷ്ടപ്പെട്ട് വീടെടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. 6 പേരിൽ നമുക്ക് കുറച്ച് നേരം ഇതൊക്കെ നോക്കാം. എനിക്കെന്ത് ഡൂട്ട് വന്നു. Oh my god, you happy my പുതിയ MB5 സ്കിൻ കിട്ടി ബോയ്. ബട്ട് that is so nice. നമ്മളെ കളി സ്റ്റാർട്ടായിട്ടുണ്ട്. ഗൈസ് ഇതൊക്കെയാണ് ലോഡിങ്. ഓക്കെ, എൻ്റെ ടീമായിരിക്കാണ്. നീ
ഓ ഗോഡ്. അയ്യോ പബ്ജിയാണ്. പിന്നെ എല്ലാവരും കിടിലം കണ്ടെടുത്ത് ഞാൻ മാത്രം എൻ്റെ പൊന്നെ സെറ്റ് എൻ്റെ ടീമേറ്റെല്ലാം മേളുണ്ട്. അത് ടീമിലെ ആൾക്കാരൊക്കെ ഉണ്ട്. പൊട്ടാൻ നീ മാത്രമേ താഴിലുള്ളൂ, വേറെ കയറിയാവോ? ഇറങ്ങി അടിക്കാൻ പോയി. വേറെ കണ്ടെടുക്കാൻ പറ്റുമോ? മെറ്റമില്ല എന്നാ ഇത് വെച്ചിട്ട് അടിച്ചു ഈ പാനാ ചൂസ് ഭയങ്കര പാൻ. ഓ അടിച്ചു എൻ്റെ ഹാങ്ങർ എന്ത് ചെയ്യാൻ പറ്റില്ല, വലിഞ്ഞു കയറാൻ പറ്റില്ല. പൊട്ട അങ്ങനെ നിൽക്കില്ല, ഓപ്പൺ നിൽക്കുന്നു. വേറെ ഗണ്ണു ചെറുക്ക് ഇവിടെ മുന്നേ ഗണ്ണു മാറ്റാൻ പോകും. അവൻ്റെ മിഷീൻ ഗണ്ണ് എടുക്കട്ടെ. എക്സ്പ്ലോർ ഇതൊന്നും എൻ്റെ തലയിൽ ഞാൻ എന്നെ തന്നെ പഠിക്കുന്നു. എന്താ ഇറങ്ങി വരുന്നു പടയിളകി. നല്ല ഗണ്ണൊന്നുമില്ല, എന്തോ കറ്റാനാണ്. യൂസ്ഫുള്ളായി. നോക്കിക്കോ, നിങ്ങളെൻ്റെ യഥാർത്ഥ കളി കണ്ടില്ലല്ലേ. എൻ്റെ ഫേവറേറ്റ് ഗണ്ണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇത് പറയത്തില്ല. ഓരോന്നിനും ഓരോ എബിലിറ്റി ആട്ടോ. എൻ്റെ മറ്റില്ല ഞാൻ അമ്മരുടെ കോർട്ടിൽ കയറി അവൻ്റെ പുറകെ എന്നിട്ടിരിക്കുന്നു. ഓടുന്നു. Where's my hammer? എൻ്റെ പൊന്നെ വെടിവെച്ചു. എൻ്റെ അൺലിമിറ്റഡ് ഹാങ്ങറാണ്. അൺലിമിറ്റഡ് ഹാങ്ങർ മൈ ഹാറ്റ്. ഡിഫീറ്റ് ഗൈസ്. ഞങ്ങൾ ഡിഫീറ്റ് ഗൈസ്. ഡിഫീറ്റായി വെച്ചാൽ എന്നെയായിട്ട് കളിക്കേണ്ട, എൻ്റെ ആയിട്ട് കളിക്കാൻ ആഗ്രഹമുള്ളത് സബതി. ഞാൻ
റൂമിൽ ആരും ഇട്ടിട്ടില്ല. വെറുതെ കിട്ടി, വെറുതെ. ഞാൻ ഇന്ന് കളിക്കത്തില്ല. പോ, ഇന്ന് വയ്യൊന്ന് കളിക്കുക. ഞാൻ ട്രെയിനിങ് കളിക്കാൻ പോകും. ഇത് ട്രെയിനിങ്ങിലോടാൻ 5 മിനിറ്റ് ഉണ്ട്. ഇനി ഹോണസ് കൂടെ കൊണ്ടുവന്ന് 46 മിനിറ്റ് ഉണ്ട്. അത്ര നേരം പാട്ടും പാടി ഇങ്ങനെ ഇരിക്കണം. എനിക്ക് ഇതും കളിക്കാം. ഇതിൽ ഹോൺ സ്കോർ. ഇനി ഓർമ്മ സ്കോർ കൂട്ടാൻ എന്തോ ചെയ്യണോ ആവോ. ട്രെയിനിങ് ഉണ്ടോ? ഈ സൈസിലുള്ള സാധനങ്ങളൊന്നും ഇല്ല. നമ്മൾ ഉണ്ടാക്കി ബാക്കോറ സാധനങ്ങളൊക്കെ പോകും. ഞാൻ കളിച്ചിട്ടുള്ളായിരുന്നു. കളിച്ചിട്ടുള്ള പറയുമ്പോൾ 4 വർഷം മുമ്പ് P90 എവിടെ ഗൈസ്? കളി സ്റ്റാർട്ടായി. പക്ഷേ ക്യാമറ ഓണാക്കാൻ ഇത് ഗൈസ് പിന്നെ പ്ലെയേഴ്സാണ് ഇതിനകത്ത് ഫുള്ള്. പിന്നെ പ്ലെയേഴ്സ് എന്താ ചെയ്യുന്നത്? പിന്നെ പ്ലെയേഴ്സാണ് ഫുള്ള്. പിന്നെ പ്ലെയേഴ്സ് എടാ ഞാനൊന്ന് ഇറങ്ങിയത് നമ്മളാ അതിൻ്റെ ഇടയ്ക്ക് അടിക്കാതടാ. എടാ ഇറങ്ങിയത് ജീവിച്ചോട്ടറാ ഞാൻ. അതാ അടുത്ത വരും. വേണ്ട രണ്ടെണ്ണം ഒന്ന് കൊന്നോട്ടറാ. ഏതെങ്കിലും ഒരു പിസ്റ്റ അടുത്ത ഇതാകില്ല. രണ്ടെണ്ണം ഒന്ന് കൊടി കൊട്ടി. അതീതവനാ ഹാഫ് ഹെൽത്തായിരുന്നു ഗൈസ്. അവനെന്നെ തല്ലി നടത്തിക്കൊണ്ടോടാം. ഇനി അന്നേരം അവനെ കൊല്ലാൻ ഇപ്പോൾ AWM ഒക്കെ അടിക്കും. അതേതവനോ അവനിക്ക് നമ്മൾ ക്യാമ്പ് അടിച്ചിട്ടിരുന്ന് അടിച്ചെന്നു. നല്ല അവൻ മണ്ടാ പിടിച്ചിട്ട് ഇവന്മാരൊക്കെ മപ്പ് പ്ലെയേഴ്സാട്ടോ. മപ്പ് പ്ലെയർ എന്നെക്കാട്ടിയും വലിയ മപ്പ് പ്ലെയർ ആരുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രം. ഞാൻ വല്ലവൻ്റെ ബ്ലൂ കളി കയറിയിരുന്നു. കുറേ കൊച്ചുമാർ ഓടി മാക്സ് ഒരു മെഡിക്കിറ്റ് വെച്ചിട്ട് ഞാൻ പോയാണ്. ഒരു മെഡിക്കിറ്റെങ്കിൽ ഒരു മെഡിക്കിറ്റ് കളിക്കട്ടെ. പിന്നീട് ഇത് മണ്ടയ്ക്കുന്നുള്ള പരിപാടി മാക്സിമം ആക്കണം. ഞാൻ നോസ്കോപ്പ് അടിക്കുന്നതാണ് എൻ്റെ കേസ്. ഗായ്സ് ഇത്രയും നേരം നിങ്ങളെ പൊട്ടം കളിപ്പിക്കുമായിരുന്നു ഗൈസ്. ഞാൻ ഇത്രയും നേരം പൊട്ടം കളിപ്പിക്കും. ഇനി ഞാൻ കാണിച്ചു ഗൈസ്. കണ്ടാ ഇതാണ് ഗൈസ് എൻ്റെ കളി. നീ കാണിച്ചിട്ട് മക്കൾ ചേട്ടാ മപ്പ് പ്ലെയറാണ് ചേട്ടാ. അത്രയ്ക്ക് അങ്ങോട്ട് പ്ലെയറാണ് ആകുമ്പോൾ മക്കളെയും കളിക്കാൻ കഴിയും. അപ്പം മക്കളും ചേട്ടനും കളിച്ചാൽ
ബ്ലൂ ഇറങ്ങിപ്പോകുന്നു പൊട്ടൻ. അൺലിമിറ്റഡ് ബുള്ളറ്റാണ് ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിനകത്ത് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബിഗ് സ്ക്രീനുണ്ട്. നമ്മൾ കാണിച്ചു തരാം. കളിച്ചിട്ടുള്ളവർക്കറിയാം. ട്രെയിനിങ് ഫ്രീ ഫയർ കളിക്കുന്നവർക്ക് ആ ബിഗ് സ്ക്രീനെ കുറിച്ച് അറിയാം. ഈ മാസ്ക് ഉള്ളത് നന്നായി. അവൻ എന്നീ നന്നാക്കിയോട് ഇന്ന് വരുന്നത് ഞാൻ എന്നെ നന്നാക്കണം. ഇപ്പം അവനോട് ഓടി വരും. പറഞ്ഞില്ലേ ആണ് കേസിൻ്റെ യഥാർത്ഥ കളി. പൊട്ടം കളിപ്പിക്കുകയാണ് ഞാൻ. നിങ്ങൾ എത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ ഫേക്ക് കളിയാണ്. ആറ് എനിമീസിനെ ഒട്ടിപ്പിച്ച് തട്ടി. മോൺസ്റ്റർ ടിക് ഡൗൺ. ഇതാണ് എൻ്റെ കളി. നീ കാണണോ? നീ കാണിച്ചു തരാം. ഞാൻ ഇത്ര നിങ്ങൾ കാണാൻ കിടക്കുന്നുണ്ട്. കാണാൻ ആ ഒരു കൊച്ചിറങ്ങും മേളിലോട്ട് കയറിക്കണം. അവിടെ നമ്മൾ ഇങ്ങനെ മേടിച്ചിരുന്നു. അത്രേ ഉള്ളൂ. ഫ്രീ ഫയർ ഈസി അല്ലേ? അത്രയ്ക്ക് അങ്ങോട്ട് ഈസി ആക്കുന്നുണ്ട്. ബിഗ് സ്ക്രീൻ ഏത് സ്ഥലത്താണ്? ഇവിടെ ആയിട്ട് ഇനി എനിക്ക് നേരിയായിട്ടാണ് ബിഗ് സ്ക്രീൻ വരുന്നത്. ഗൈസ് അവന് 67 ഡാമേജ്. 67. അവന് HP തന്നെ കൂടുന്നുണ്ട്. ഉമ്മ അല്ല ഉച്ചയൊക്കെ HP തന്നെ കൂടുന്നുണ്ട്. അവന് മാസ്ക് ഇട്ടിട്ടുണ്ടേ. അവനെൻ്റെ സ്കില്ലുണ്ട്. എനിക്ക് പെർമനൻ്റ് ആയിട്ട് ചേട്ടത് സ്കില്ല് ഇതുകൊണ്ട് ആ സ്ക്രീനാണ് ഞാൻ പറഞ്ഞത്. ഒരു ബിഗ് സ്ക്രീനാണ്. ഏതവനാണ് മര്യാദക്ക് ഇരിക്കാനും സമ്മതിക്കത്തില്ല അവൻ. ടച്ച് കാണിച്ചു തരാം. കളിച്ചോട്ടിരാ മോനെ. നീ ചത്തോ? ഇപ്പം എന്നെ വെടി വെച്ചോണ്ടിരുന്ന ഉച്ചെടുക്കുന്ന അവിടെ ഒരുത്തനുണ്ട്. റൂമിനകത്ത് ഒരുത്തനുണ്ട്. കണ്ടെടുത്ത് വരുന്നു. ഇവിടെ കളിച്ചു. ബാക്കിൽ ഒരുത്തുണ്ട്. എനിക്ക് അവന് 33 ഡാമേജ് കൊടുത്തു. തുള്ളി എടുത്തായിരുന്നു അവന്. അവന് ഡാമേജ് എന്തോ അതാണ്ടേ സ്ക്രീനിൻ്റെ തൊട്ടടുത്തല്ലേ. ഇത് ഫസ്റ്റ് അത് ഫസ്റ്റ് ആരാണ്, സെക്കൻഡ് ആരാണ്, തേർഡ് ആണെന്ന് കാണിച്ചു തരും. ഞാൻ ടോട്ടൽ 21 കില്ല് ഞാൻ എടുത്തിട്ടുള്ളത്. 71 കില്ല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവൻ 32 കില്ല്. വൺ ടാപ്പ്. അടുത്ത ആളെ നമ്മൾ ഫുള്ള് ഇത് വെച്ചിട്ട് കളിക്കാൻ പോകുന്നത്. CW വേണ്ടി വരുമ്പോൾ മാത്രം നമ്മൾ ചെയ്യും. ഇവരിങ്ങനെ അടുത്ത ആളെ ഫുള്ള് P90 വെച്ചിട്ട് കളിക്കാൻ പോകുന്നത്. P90 വെച്ചിട്ട് മാത്രം കളിക്കാൻ. P90 വെറുതെ അടുത്ത കളി രണ്ട് ഗണ്ണും വെച്ചിട്ട് കളിക്കാൻ പോകും. 2 സ്വിച്ച് ചെയ്ത് കളിക്കാൻ പറ്റും. എനിക്ക് സ്വിച്ച് ചെയ്ത് കളിക്കാൻ പറ്റും. അടുത്ത കളിയും P90 വെച്ചിട്ട് ഞാൻ ഡബിൾ ടേക്ക് ഡൗൺ. വണ്ടാപ്പ് ഗൈസ്. എനിക്ക് ഇവന് ഡൗട്ടുണ്ട്. ഇവൻ യൂട്യൂബർ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഗൈസ്. ലൈക്ക് മീ. അവിടേക്ക് കൊണ്ടുവരും ഒന്നും ഓർത്തില്ല. ഫസ്റ്റ് ഇനി എനിക്ക് അടുത്ത എൻ്റെ റിവഞ്ച് കളി എനിക്ക് കാണിച്ചു തരാം. ഞാൻ കണ്ടല്ലോ ആ സെയിം കളി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. എല്ലാം കൊള്ളുന്ന കളിയാണ്. കൊൽക്കളി എന്നാണ് എടുത്തത്. ഞാൻ 8 പേരാണ് കൊൽക്കളി.
കൊച്ചിറക്ക് നിന്റെ ബാക്കിലൊരുത്തുണ്ടാ. എടാ അവനെ ബാക്കിലൊരുത്തുണ്ടെങ്കിൽ അവൻ ഇനി റാഞ്ചത്തുള്ളൂ. 27 കില്ല് കഴിച്ചു ഞാൻ. ഇപ്പം ഞാൻ കൊന്നവന് 9 കില്ലേ ഉള്ളു. എൻ്റെ കയ്യിരിക്കുന്ന സാധനങ്ങളെല്ലാം എൻ്റെയാണ്. അവന് 52 ഇത് കൊടുത്തിട്ടുള്ളൂ. എൻ്റെ സ്ക്രീനിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഏറ്റവും കൂടുതൽ കില്ല് എടുത്ത് ആരാണ്. ഇവന് MP40 കളിക്കാൻ കിട്ടിയാണല്ലയോ. നമുക്ക് കിടിലം കിടിലം കളിയാ. 45 കിലോ. എനിക്ക് അവനെനിക്ക് ഇനിമയൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അതാണ്ട് താൻ തൊട്ടടുത്തോട്ട് ഓടുന്നുണ്ടായി. എൻ്റെ കില്ലെടുക്കുക. എൻ്റെ കൂട്ടുകാരന്മാർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന വീഡിയോ കുറേ മിനിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ മിനിറ്റ് കൂട്ടാനല്ലേ പറ്റൂ. വേഷക്കെട്ട് പോലുള്ള യൂട്യൂബറായില്ലേ. ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് സൗരഭ് കണ്ണൻ. ആ ഒരു യൂട്യൂബ് ചാനൽ കയറി സബ്ബേൻ്റെ കൂട്ടുകാരനാണ്. സൗരഭ് എന്നാണ് പേര്. അപ്പോൾ അവൻ്റെ യൂട്യൂബ് ചാനലാണത്. നിങ്ങൾ അതുകൂടെ കയറി സബ്ബേ നമ്മൾ വച്ചാൽ ഇവിടെ പൊട്ട അടുത്ത പൊട്ട. ഇതൊന്നും എനിക്ക് ഒരുപാട് ഒന്നും കയറാൻ പറ്റത്തില്ല. ക്യാമ്പ് എടുത്തു സൗണ്ട് നമ്മൾ അടിക്കാൻ പോവുക. ഇവനടിച്ചു എവിടുന്നൊക്കെയാണ്. ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലേഡീസിലേക്ക് അറിയാം. നമ്മുടെ പുതിയ വീഡിയോ വരുന്നതിനും വരെ ബൈ, ടേക്ക് കെയർ.